ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ ജീവനാഡിയാണ് ഇന്ധനം. ലോകത്തിന്റെ ഏത് കോണിൽ ഒരു ചെറിയ വെടിയച്ച കേട്ടാലും അതിന്റെ ആദ്യ പ്രകമ്പനമുണ്ടാകുന്നത് അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വിപണിയിലാണ്. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങളും യുദ്ധസമാനമായ സാഹചര്യങ്ങളും ആഗോള ഇന്ധന വിതരണ ശൃംഖലയെ വലിയ തോതിൽ ബാധിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയെപ്പോലെ ഇന്ധനത്തിനായി വലിയ തോതിൽ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾ കടുത്ത സാമ്പത്തിക സമ്മർദ്ദമാണ് നേരിടുന്നത്. പെട്രോൾ, ഡീസൽ വിലക്കയറ്റം സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുമ്പോൾ രാജ്യത്തിന്റെ സ്വന്തം മണ്ണിൽ നിന്ന് ഒരാശ്വാസ വാർത്ത പുറത്തു വരികയാണ്. പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 പർഗാനാസ് ജില്ലയിലുള്ള അശോക് നഗറിൽ ഭൂമിക്കടിയിൽ ഉറങ്ങിക്കിടക്കുന്ന 24 കോടിയിലധികം ബാരൽ വരുന്ന ഭീമൻ ക്രൂഡ് ഓയിൽ ശേഖരം ഖനനം ചെയ്തെടുക്കാനുള്ള നടപടികൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വേഗത കൂട്ടിയിരിക്കുന്നു. കണ്ടെത്തിയിട്ട് 8 വർഷങ്ങൾ പിന്നിട്ടിട്ടും രാഷ്ട്രീയവും പ്രാദേശികവുമായ കാരണങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്ന ഈ എണ്ണക്കിണർ വീണ്ടും സജീവമാകുമ്പോൾ അത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ ഭൂപടത്തിൽ ഒരു വലിയ നാഴികക്കല്ലാവുകയാണ്. സ്വന്തം മണ്ണിൽ നിന്നും എണ്ണ കുഴിച്ചെടുക്കുമ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് പെട്രോൾ പമ്പുകളിൽ വിലക്കുറവിൻ്റെ ആശ്വാസം ലഭിക്കുമോ എന്ന വലിയ ചോദ്യമാണ് ഇപ്പോൾ എങ്ങും ചർച്ചയാകുന്നത്. ഇന്ത്യയുടെ ഊർജ്ജ പരിവേഷണ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടേണ്ടിയിരുന്ന ഒരു വർഷമായിരുന്നു 2018. പൊതുമേഖലാ എണ്ണ ഉൽപ്പാദന കമ്പനിയായ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ അഥവാ ONGC തങ്ങളുടെ നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിലാണ് കൊൽക്കത്ത നഗരത്തിൽ നിന്നും വെറും 48 കിലോമീറ്റർ മാത്രം അകലെയുള്ള അശോക് നഗർ മേഖലയിൽ വലിയൊരു വാണിജ്യ എണ്ണശേഖരം കണ്ടെത്തിയത്. ദശാബ്ദങ്ങളായി അസം പോലെയുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബോംബെ ഹൈ പോലെയുള്ള സമുദ്ര മേഖലകളിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന എണ്ണ ഖനന ഭൂപടത്തിലേക്ക് പശ്ചിമ ബംഗാളിന്റെ പേരും എഴുതച്ചേർക്കപ്പെടുന്ന നിമിഷമായിരുന്നു അത്. ഭൂമിക്കടിയിൽ 24 കോടിയിലേറെ ബാരൽ ഉയർന്ന ഗുണനിലവാരമുള്ള ക്രൂഡ് ഓയിൽ ഉണ്ടെന്ന കണ്ടെത്തൽ സാമ്പത്തിക വിദഗ്ധരെ പോലും അമ്പരപ്പിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ ഈ വലിയ കണ്ടെത്തലിന് അർഹിക്കുന്ന പരിഗണന ലഭിച്ചില്ല. സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട പ്രാദേശിക എതിർപ്പുകളും ഭൂമി നഷ്ടപ്പെടുമോ എന്ന കർഷകരുടെ ഭയവും അക്കാലത്തെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ കുറവും കാരണം ഉൽപാദന നടപടികൾ മരവിച്ചു. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ പോന്ന ഒരു വൻ നിധി സ്വന്തം പറമ്പിലുണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ കഴിയാതെ 8 വർഷങ്ങളാണ് ഇന്ത്യ പാഴാക്കിയത്. ഓരോ വർഷവും ശതകോടിക്കണക്കിന് ഡോളറുകൾ വിദേശ രാജ്യങ്ങൾക്ക് എണ്ണവിലയായി നൽകിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ സ്വന്തം സമ്പത്ത് മണ്ണിനടിയിൽ തന്നെ ഉപേക്ഷിച്ചത് എന്നത് വലിയൊരു വിരോധാഭാസമാണ്. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഈ വമ്പൻ പദ്ധതിക്ക് ഇപ്പോൾ വീണ്ടും ജീവൻ വെച്ചിരിക്കുന്നത് പശ്ചിമ ബംഗാളിൽ അടുത്തിടെ സംഭവിച്ച വലിയ രാഷ്ട്രീയ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. സംസ്ഥാനത്ത് BJP അധികാരം പിടിച്ചെടുക്കുകയും സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ ചുമതലയേൽക്കുകയും ചെയ്തതോടെ വികസന പദ്ധതികളുടെ മുൻഗണനാ ക്രമം മാറിമറിഞ്ഞു. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒരേ മുന്നണി അധികാരത്തിലിരിക്കുന്ന ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് എന്ന രാഷ്ട്രീയ സാഹചര്യം അശോക് നഗർ പദ്ധതിക്ക് വലിയ ഗുണമായി മാറിയിരിക്കുകയാണ്. BJP പാർലമെന്റ് അംഗമായ സമിത് ഭട്ടാചാര്യ ഈ വിഷയം നേരിട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും വീണ്ടും അനക്കമുണ്ടായത്. മികച്ച ഭൂരിപക്ഷത്തോടെ സംസ്ഥാനത്ത് അധികാരം നേടിയ സർക്കാരിന് പ്രാദേശിക എതിർപ്പുകളെ വികസനത്തിന്റെ ഭാഷയിലൂടെ മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ നിർണായക കൂടിക്കാഴ്ചയിലും അശോക് നഗർ പദ്ധതി പ്രധാന ചർച്ചാ വിഷയമായി മാറി. പ്രാദേശിക ജനവിഭാഗങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്ക് അർഹമായ നഷ്ടപരിഹാരവും തൊഴിലവസരങ്ങളും ഉറപ്പാക്കിക്കൊണ്ട് പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് സർക്കാരിൻ്റെ തീരുമാനം. രാഷ്ട്രീയ ഇച്ഛാശക്തിയുണ്ടെങ്കിൽ ചുവപ്പ് നാടകളുടെ കുരുക്കഴിക്കാൻ എത്ര വേഗത്തിൽ സാധിക്കും എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി ഈ പദ്ധതി മാറുകയാണ്. അശോക് നഗർ എണ്ണക്കിണർ തുറക്കുന്നത് കേവലം എണ്ണ ഖനനത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. പതിറ്റാണ്ടുകളായി വ്യാവസായിക മുരടിപ്പ് നേരിടുന്ന പശ്ചിമ ബംഗാളിന്റെ സാമ്പത്തിക പുനരുജ്ജീവനത്തിനുള്ള ഒരു ഉത്തേജനം കൂടിയാണ് ഇത്. ഒരു വലിയ എണ്ണപ്പാടം സജീവമാകുമ്പോൾ അതിനോടനുബന്ധിച്ച് നിരവധി ചെറുകിട വൻകിട വ്യവസായങ്ങളാണ് ഉയർന്നു വരിക. എണ്ണ ശുദ്ധീകരണശാലകൾ, പെട്രോ കെമിക്കൽ വ്യവസായങ്ങൾ, ഗതാഗത സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായി വികസിക്കും. നോർത്ത് 24 പർഗാനാസ് ജില്ലയുടെയും സമീപ പ്രദേശങ്ങളുടെയും മുഖച്ഛായ തന്നെ ഇത് മാറ്റിമറിക്കും. ആയിരക്കണക്കിന് നേരിട്ടുള്ള തൊഴിലവസരങ്ങൾക്കും 10,000-കണക്കിന് പരോക്ഷ തൊഴിലവസരങ്ങൾക്കും ഇത് വഴിയൊരുക്കും. സാമ്പത്തിക വ്യാവസായിക രംഗത്ത് ബംഗാളിന്റെ പ്രതാപം തിരിച്ചുപിടിക്കാൻ അശോക് നഗർ പദ്ധതി കരുത്താകുമെന്ന് സാമിക് ഭട്ടാചാര്യ അഭിപ്രായപ്പെട്ടത് ഈയൊരു വലിയ മാറ്റം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ONGCയെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനകരമായ ഒരു പദ്ധതിയാണ്. രാജ്യത്തിനകത്ത് പുതിയ എണ്ണപ്പാടങ്ങൾ കണ്ടെത്തുക എന്നത് അവരുടെ ദീർഘകാല ലക്ഷ്യങ്ങളിലൊന്നാണ്. ഈ മേഖലയിൽ നിന്നുള്ള ഉൽപ്പാദനം സുഗമമായാൽ അത് ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഊർജ്ജ വിതരണം കൂടുതൽ സുഗമമാക്കാൻ സഹായിക്കും. എല്ലാ സാമ്പത്തിക വാദങ്ങൾക്കുമപ്പുറം ഒരു സാധാരണ പൗരൻ ചോദിക്കുന്ന വളരെ ലളിതമായ ഒരു ചോദ്യമുണ്ട്. ഇന്ത്യയുടെ സ്വന്തം മണ്ണിൽ നിന്നും സ്വന്തമായി എണ്ണ കുഴിച്ചെടുക്കുമ്പോൾ പമ്പുകളിൽ പെട്രോളിനും ഡീസലിനും വില കുറയുമോ? ഒറ്റനോട്ടത്തിൽ കുറയേണ്ടതാണ് എന്ന് തോന്നാമെങ്കിലും ഇതിൻ്റെ സാമ്പത്തിക ശാസ്ത്രം കുറച്ചുകൂടി സങ്കീർണമാണ്.
നിലവിൽ ഇന്ത്യ തങ്ങൾക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലിൻ്റെ 85% വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്യുന്നത്. 24 കോടി ബാരൽ എന്നത് വളരെ വലിയൊരു സംഖ്യയാണെങ്കിലും ഇന്ത്യയുടെ പ്രതിദിന ഇന്ധന ഉപയോഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് നമ്മുടെ മുഴുവൻ ആവശ്യങ്ങളും നിറവേറ്റാൻ പര്യാപ്തമല്ല. ഇന്ത്യയിലെ ഇന്ധനവില നിശ്ചയിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയുമായി ബന്ധിപ്പിച്ചാണ്. സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയ്ക്കും ഈ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ ബാധകമാണ്. കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈടാക്കുന്ന എക്സൈസ് ഡ്യൂട്ടിയും വാറ്റ് നികുതിയുമാണ് ഇന്ധനവിലയുടെ വലിയൊരു ശതമാനം വരുന്നത്. എങ്കിലും അശോക് നഗർ പോലെയുള്ള ആഭ്യന്തര എണ്ണപ്പാടങ്ങൾ രാജ്യത്തിന് വലിയ സാമ്പത്തിക ആശ്വാസം നൽകും എന്നതിൽ യാതൊരു സംശയവുമില്ല. കോടിക്കണക്കിന് ഡോളറുകളുടെ വിദേശ നാണ്യ ശേഖരമാണ് ഇതിലൂടെ രാജ്യത്തിന് ലാഭിക്കാൻ കഴിയുക. ഡോളറിനെതിരെയുള്ള ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നത് തടയാൻ ഈ ഇറക്കുമതി കുറയ്ക്കൽ വലിയ തോതിൽ സഹായിക്കും. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ശക്തമാകുമ്പോൾ സർക്കാരിന് നികുതി ഇളവുകൾ നൽകാനുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിക്കും. അതായത് നേരിട്ട് എണ്ണവില കുറഞ്ഞില്ലെങ്കിലും സർക്കാരിന്റെ സാമ്പത്തിക ഭാരം കുറയുന്നതിലൂടെ പരോക്ഷമായി അതിന്റെ ഗുണം നികുതി ഇളവുകളിലുമായി സാധാരണക്കാരിലേക്ക് എത്താൻ ഈ പദ്ധതി വഴിയൊരുക്കും. കൂടാതെ പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധമുണ്ടാവുകയോ എണ്ണ വിതരണം തടസ്സപ്പെടുകയോ ചെയ്യുന്ന ഒരു അടിയന്തര സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പുവരുത്താൻ ഇത്തരം സ്വന്തം എണ്ണക്കിണറുകൾ ഒരു വലിയ ലൈഫ് ജാക്കറ്റായി പ്രവർത്തിക്കും. അശോക് നഗറിലെ കാത്തുവച്ച ഈ എണ്ണക്കിണർ തുറക്കാനുള്ള തീരുമാനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു സാമ്പത്തിക തീരുമാനമല്ല, മറിച്ച് ഊർജ്ജ മേഖലയിലെ സ്വാശ്രയത്വത്തിലേക്കുള്ള, അതായത് ആത്മനിർഭർ ഭാരതിലേക്കുള്ള വളരെ നിർണായകമായ ഒരു ചുവടുവയ്പ്പാണ്. പ്രതിസന്ധികളുടെ കാലത്ത് മറ്റുള്ളവരുടെ ഔദാര്യത്തിനായി കാത്തു നിൽക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു രാജ്യത്തിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമാണിത്. 8 വർഷത്തെ കാലതാമസം വലിയൊരു നഷ്ടം തന്നെയാണെങ്കിലും ഇനിയെങ്കിലും ആ സമ്പത്ത് രാജ്യ പുരോഗതിക്കായി ഉപയോഗിക്കാൻ പുതിയ ഭരണകൂടം കാണിക്കുന്ന താൽപ്പര്യം പ്രതീക്ഷ നൽകുന്നതാണ്. പ്രാദേശികമായ ചെറിയ പ്രശ്നങ്ങളെ ദേശ താൽപ്പര്യം മുൻനിർത്തി സമവായത്തിലൂടെ പരിഹരിച്ച് ഇത്തരം വൻകിട പദ്ധതികൾ യാഥാർത്ഥ്യമാക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഭൂമിക്കടിയിലെ കറുത്ത പൊന്ന് പശ്ചിമ ബംഗാളിന്റെ മാത്രമല്ല, ഇന്ത്യയുടെ ആകെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ ഊർജം പകരുന്ന നാളുകൾ വിദൂരമല്ല എന്ന ഈ പുതിയ നീക്കങ്ങൾ വ്യക്തമാക്കുന്നു. ഇന്ധനവിലയുടെ കാര്യത്തിൽ പെട്ടെന്നൊരു മാന്ത്രിക മാറ്റം പ്രതീക്ഷിക്കാനാവില്ലെങ്കിലും സുരക്ഷിതവും സുസ്ഥിരവുമായ ഒരു സാമ്പത്തിക ഭാവിക്കായുള്ള വലിയൊരു അടിത്തറയാണ് അശോക് നഗറിലെ പച്ചപ്പുകൾക്കിടയിൽ ഇപ്പോൾ ഒരുങ്ങുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.